തൂക്കുപാലം ചെന്നാപ്പാറ മുനവ്വിറുൽ ഇസ്ലാം ജമാഅത്തിന്റെ നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനവും മതവിജ്ഞാന സദസ്സും നടന്നു. ആലുവ സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം VH അലിയാർ മൗലവി അൽ ഹാസിമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൂക്കുപാലം ചെന്നാപ്പാറ മുനവ്വിറുൽ ഇസ്ലാം ജമാഅത്തിന്റെ നവീകരിച്ച മസ്ജിദ് നൂർ ഉദ്ഘാടനവും മതവിജ്ഞാന സദസ്സും നടന്നു. ചെന്നാപ്പാറയുടെ ഹൃദയഭാഗത്ത് വർഷങ്ങളായി വിശ്വാസികൾക്ക് തണലായ ജുമാ മസ്ജിദ് കൂടുതൽ സൗകര്യങ്ങളോടെയും പ്രൗഢിയോടെയുമാണ് നവീകരിച്ചത്. നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ മതഭേദമന്യേ അവരെല്ലാവരും ഭാഗവാക്കാവുന്നു എന്ന് മാത്രമല്ല, അവരിതിൻ്റെ ഈ വർണ്ണാഭമായ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സന്തുഷ്ടരുമാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം പോലുള്ള വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് താമസിക്കുന്ന ഒരു ബഹുസ്വര രാജ്യത്തെ, ഒരു ബഹുസ്വര സമൂഹത്തിൽ പള്ളിയെ സംബന്ധിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു അടയാളമായി ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. മസ്ജിദ് അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്ത് ഇമാം അമീൻ മൗലവി അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. ചെന്നാപ്പാറ ജമാഅത്ത് രക്ഷാധികാരി അബ്ദുൽ ഖനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൂക്കുപാലം നൂറുൽ ഹുദ ഇമാം നാഫി മൗലവി ദുആ ചെയ്തു. ആലുവ സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം VH അലിയാർ മൗലവി അൽ ഖാസിമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അബ്ദുൾ റസാഖ് മൗലവി അൽ ഖാസിമി, അബ്ദുൽ സത്താർ മൗലവി, അബ്ദുൽ നാസർ മൗലവി, മുഹമ്മദ് നിസാർ മൗലവി, ജനാബ് MA മൈദീൻ, സമീപ മസ്ജിദുകളിലെ ഇമാമുമാർ, ജമാഅത്ത് ഭാരവാഹികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ വെച്ച് മുൻ ഇമാമുമാരെയും മറ്റ് പ്രമുഖ വ്യക്തികളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.